ഇന്നത്തെ വലിയ വാർത്ത. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിനായി കാത്തിരുന്ന 2000 പേരാണ് അവയവങ്ങൾ ലഭിക്കാതെ മരിച്ചത്. 2012 മുതൽ ഈ വർഷം വരെയുള്ള കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ സ്ഥിതി ഒഴിവാക്കാൻ കേരളത്തിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണങ്ങളെല്ലാം മരണാനന്തര അവയവദാന സംവിധാനമായ കേസ് ഓട്ടോയിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സർക്കാർ നിർദ്ദേശം. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. മൃതസഞ്ജീവനി പദ്ധതി തുടങ്ങിയ 2012 മുതൽ കേസ് ഓട്ടോ ആയി മാറിയ 2025 വരെയുള്ള കണക്ക് നോക്കുമ്പോൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് പൊതുജീവനായി കാത്തിരുന്ന 2000-ലധികം പേർക്കാണ് അവയവങ്ങൾ കിട്ടാതെ മരണം സംഭവിച്ചത്. നിലവിൽ 2833 പേർ പുതുജീവനായി പ്രതീക്ഷയോടെ ഈ പട്ടികയിലുണ്ട്. ഇവരുടെ പ്രതീക്ഷ കൂടി തല്ലിക്കെടുത്താതിരിക്കാനാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ മസ്തിഷ്ക മരണങ്ങളെല്ലാം സർക്കാരിന്റെ മസ്തിഷ്ക മരണാനന്തര അവയവദാന പദ്ധതിയുടെ നോഡൽ ഓഫീസായ കേസ് ഓട്ടോയെ അറിയിക്കണം. തിരിച്ചു വരാനുള്ള സാധ്യതകളെല്ലാം ഒരു മനുഷ്യൻ അടഞ്ഞുവെന്ന് ഉറപ്പായാൽ അവയവദാനത്തിനുള്ള സന്നദ്ധതയുണ്ടോ എന്ന് ബന്ധുക്കളോട് ചോദിക്കണം. മരിച്ചെടുക്കുന്ന ആള് നേരത്തെ അവയവദാന സന്നദ്ധ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതായത് ദാനം ചെയ്യാനുള്ള അവരുടെ സന്നദ്ധത ആരായുക പോലും ചെയ്യുന്നില്ല. അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കമ്പൽസറി ആക്കി എല്ലാ കോർപ്പറേറ്റ് ആശുപത്രിയും ട്രാൻസ്പ്ലാന്റ് ആശുപത്രിയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലുമെല്ലാം നമ്മൾ ICUകളിൽ നിന്ന് മസ്തിഷ്ക മരണ നിരക്ക് ഞങ്ങൾ ട്രേസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാ മാസവും കണക്ക് തരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമുക്കതിന് ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ടെന്നും ആ ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്നും മനസ്സിലാക്കാൻ പറ്റും. മസ്തിഷ്ക മരണാനന്തര അവയവദാനം തുടങ്ങിയ 2012-ൽ 9 അവയവദാനങ്ങൾ സംഭവിച്ചു. 2013-ൽ 36 പേരുടെ കുടുംബങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരായി. 2014-ൽ അത് 58ആയി. 2015-ൽ 76ആയും ഉയർന്നു. എന്നാൽ 2017 മുതൽ ഇങ്ങോട്ട് അവയവദാനങ്ങളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. 2017-ൽ 18 പേർ, 2018-ൽ അത് 8ആയി ചുരുങ്ങി. കഴിഞ്ഞ വർഷം വെറും 11 പേരാണ് അവയവദാനത്തിന് സന്നദ്ധരായത്. ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കിൽ 12 പേരും. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന പരാതികളും കേസുകളും ഡോക്ടർമാരെയും മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ കുടുംബങ്ങളെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നാൽ ഇത്തരം സംശയങ്ങൾ ഒന്നും ബാധിക്കാതെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനം സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ കൃത്യമായി നടക്കുന്നുമുണ്ട്. സർക്കാർ ഇടനിലക്കാരായി ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനത്തിന് നടപടി ഉണ്ടാകുമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും അതും പാതി വഴിയിൽ നിലച്ചു. നിലവിൽ വൃക്കയ്ക്കായി 2188 പേരും, കരൾ പകുത്തു കിട്ടാൻ 569 പേരും, ഹൃദയം കൈമാറി കിട്ടാൻ 85 പേരും കാത്തിരിക്കുകയാണ്. 10 പേരാണ് പാൻക്രിയാസിനായി കാത്തിരിക്കുന്നത്. ശ്വാസകോശത്തിനായി ഒരാളും, വിവിധ അവയവങ്ങൾക്കായി 30 പേരും, കൈക്കായി 6 പേരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ, നമ്മളൊന്ന് മനസ്സറിഞ്ഞിടപെട്ടിരുന്നുവെങ്കിൽ നമ്മളോടൊപ്പം ഇന്നും ജീവിക്കുമായിരുന്ന 2000-ലധികം പേർക്കാണ് അവയവങ്ങൾ കിട്ടാതെ മരണത്തിലേക്ക് പോയത്. മസ്തിഷ്ക മരണങ്ങളെക്കുറിച്ച് ഉയർന്ന സംശയങ്ങൾ, ദുരൂഹതകൾ, കേസുകൾ ഇതെല്ലാം തിരിച്ചടിയായതുകൊണ്ടാണ് അത് തിരുത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.